തിരുവോണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓണക്കാലവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആചാരങ്ങൾ നിലനിൽക്കുന്ന നാടാണ് നമ്മുടേത്. ആ രീതിയിൽ പാലക്കാട് പല്ലശ്ശനയിൽ തിരുവോണ ദിനത്തോടനുബന്ധിച്ചുള്ള ഓണത്തല്ല് തുടങ്ങിയിട്ടുണ്ട്. നിഖിൽ പ്രമേഷ് അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പല്ലശ്ശനയുടെ തട്ടകത്തിൽ വീരസ്മരണകൾ ഉയർത്തി ഇത്തവണയും തിരുവോണ നാളിൽ ഓണത്തല്ല് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തിരുവോണ ദിനത്തിൽ ഈ മേഖലയിലുള്ള ആളുകൾ എന്ന് മാത്രമല്ല ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഓണത്തല്ല് കാണാൻ വേണ്ടി ഇവിടേക്ക് ആളുകൾ എത്തിച്ചേരും. ഇപ്പോൾ ഓണത്തല്ല് ഇതാ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ചരിത്രം ഈ ഓണത്തല്ലിന് പിന്നിലുണ്ട്. സമപ്രായക്കാരായ ആളുകൾ തമ്മിലാണ് പരസ്പരം തല്ലുക. ഇവിടുത്തെ രാജാവിനെ, അതായത് അദ്ദേഹത്തെ ചതിച്ചു കൊലപ്പെടുത്തിയതിന്റെ, പല്ലശ്ശനയുടെ പ്രിയപ്പെട്ട രാജാവിനെ ചതിച്ചു കൊന്ന അയൽ രാജാവിനെതിരെ ദേശവാസികൾ ഒരുമയോടെ പട നയിച്ച് യുദ്ധം ചെയ്തു എന്നുള്ളതാണ് വിശ്വാസം. യുദ്ധവീര്യവും രാജഭക്തിയും വിളിച്ചോതി ഇവിടുത്തെ ദേശവാസികൾ നടത്തിയ ആ പോർവിളിയുടെ ഓർമ്മ പുതുക്കലാണ് വർഷാവർഷം നടത്തി വരുന്ന ഈ ഓണത്തല്ല്. ഇനിയിപ്പോൾ നാളെ അവിട്ടത്തല്ലും നടക്കാനിരിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ്. ഈ 2 ദിവസവും ഈ പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇതൊക്കെ കാണുന്നതിന് വേണ്ടി, ഈ കാഴ്ചകളൊക്കെ കാണുന്നതിനും ആസ്വദിക്കുന്നതിനും ഒക്കെ വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരും. സമപ്രായക്കാരായിട്ടുള്ള ആളുകൾ തമ്മിലാണ് ഈ തല്ലിൽ ഏർപ്പെടുക. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ പ്രായഭേദമന്യേ ആളുകൾ പങ്കെടുക്കുകയും ചെയ്യും. വളരെ ആവേശം നിറഞ്ഞ, പുറത്തുള്ള ആളുകൾക്ക് ഒരു പുതിയ അറിവായിരിക്കും. എന്നിരിക്കെ പോലും വലിയ ആവേശം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഈ ഓണത്തിൽ. ഇത് കാണുന്നതിന് വേണ്ടി ഒരുപാടധികം ആളുകൾ ഈ തിരുവോണ നാളിൽ പോലും എത്തിച്ചേരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉച്ച കഴിഞ്ഞാണ് ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നത്. അതിനുശേഷം നാളെ ഇനിയിപ്പോൾ അവിട്ടത്തല്ലും ഈ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ്. പല മേഖലകളിൽ നിന്ന് ഇത് കാണുന്നതിന് വേണ്ടി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇത് കാണാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. ചടങ്ങുകൾ എന്തായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നാളെ അവിട്ടത്തല്ലും ഈ തിരുവോണത്തോടനുബന്ധിച്ച് ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായി പല്ലശ്ശനയിൽ നടക്കുന്നുണ്ട്. നിഖിൽ പ്രമേഷാണ് പല്ലശ്ശനയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ആ രീതിയിൽ ഓണം പൊടിപൊടുക്കിയാണ് പലയിടങ്ങളിലും.